let us move on to the next topic, which is introduction to NFA. Okay, so till now we have seen what DFA is and we have constructed a lot of deterministic finite automata. Right, now let's see what NFA is. First of all, what is NFA? NFA stands for non-deterministic finite automata. Okay, non-deterministic finite automata is നമ്മൾ NFA എന്ന് പറയുന്നത്. Okay, now let's see what are the major differences between NFA and DFA. Okay, so if I am in a state A and on encountering an input A, I will move on to a single state B. Okay, ഞാൻ A എന്ന് പറഞ്ഞ ഇനീഷ്യൽ സ്റ്റേറ്റിൽ എനിക്ക് ഒരു ഇൻപുട്ട് A കിട്ടിയപ്പോൾ ഞാൻ ഒരു സ്റ്റേറ്റ് ബിയിലേക്ക് പോയി. ഓക്കെ, ഇതിനെ ഞാൻ എന്താ പറയുക? ഐ കോൾ ദിസ് ആസ് DFA. ഓക്കെ, now let's see what NFA is. I am in an initial state A. Okay, and on encountering an input A, I can remain in the same state A. I can go to a state B. I can go to a state C or any other state. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? NFA എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് എ മേജർ ഡിഫറൻസ്? NFA DFA എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ ഇൻപുട്ടിന് ഒരൊറ്റ ട്രാൻസിഷനേ ഉണ്ടാവുള്ളൂ. ഒരു ഇൻപുട്ട് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ എത്ര ടൈം പോകുള്ളൂ DFAയിൽ അല്ലേ? നമ്മൾ A എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ A വന്നപ്പോൾ നിങ്ങൾ ബിയിലേക്ക് മാത്രമാണ് പോകുന്നത്. നിങ്ങൾ A തന്നെ ഇവിടെ സെൽഫ് ലൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ബിയിലേക്കും പോവുക, സിയിലേക്ക് പോവുക, അങ്ങനെ ഒരെണ്ണവും നിങ്ങൾ ഇതുവരെ കൺസ്ട്രക്ട് ഉണ്ടാവില്ല DFAയിൽ. ഓക്കെ, വേറാസ് ഇൻ NFA നമുക്ക് ഒരു ഇൻപുട്ട് കിട്ടുമ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് പല സ്റ്റേറ്റുകളിലേക്ക് പോവാം. ഇപ്പം A വരുമ്പോൾ എനിക്ക് Aയിൽ ഇവിടെ തന്നെ ലൂപ്പ് ചെയ്യാം, എനിക്ക് വേറൊരു സ്റ്റേറ്റ് ബിയിലേക്ക് പോവാം, എനിക്ക് വേറൊരു സ്റ്റേറ്റ് സിയിലേക്ക് പോവാം. വിച്ച് മീൻസ് ഓൺ സീയിങ് ആൻ ഇൻപുട്ട് ഇറ്റ് ക്യാൻ ഗോ ടു മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ്, മൾട്ടിപ്പിൾ ട്രാൻസിഷൻസ് നടക്കാം. Okay, so that is the major difference between NFA and DFA. Now let's see the definition of NFA. So നമ്മൾ ഈ റിയൽ ടൈം മെഷീൻ കാണുന്നതെല്ലാം DFAs ആണ്, ഡിറ്റർമിനിസ്റ്റിക് ആണ്. നിങ്ങൾ ഏത് റിയൽ ടൈം മെഷീൻ നോക്കിയാലും റിയൽ മെഷീൻസ് നോക്കിയാലും no real machines are non-deterministic. Everything is deterministic. We ourselves, നമ്മൾ human beings are deterministic. Okay, so there comes a question then, why do we learn about non-deterministic? Non-deterministic finite automata നമ്മൾ ബേസിക്കലി ബാക്ക് ട്രാക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ NFAs യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചെസ്സ് കളിക്കും ഗെയിമിൽ, നമ്മൾ കമ്പ്യൂട്ടറിൽ ചെസ്സ് കളിക്കും അല്ലേ? കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് ഇസ് എ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻ. നിങ്ങളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് മാത്രമേ വരുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കാൽക്കുലേറ്റർ നോക്കിക്കോളൂ, 2+2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാത്രമേ ആൻസർ ആയിട്ട് കിട്ടുള്ളൂ. യു വിൽ നോട്ട് ഗെറ്റ് എനി അതർ ആൻസർ. So on seeing an input giving a single output is called the deterministic machine. Non-deterministic നമ്മൾ മനുഷ്യന്മാർ deterministic ആണ്. We cannot make a copy of ourselves അല്ലേ on seeing different inputs. Okay, so that is a major difference between NFA and DFA. Okay, so let's see the definition of NFA. NFAയിൽ ഇതേപോലെ തന്നെ 5 tuple ആണ്. 5 tuple എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? DFAയിൽ പറഞ്ഞ പോലെ Q, sigma, delta, Q0 and F. Okay, F or A or whatever. Okay, അതാണ് ഇതിൻ്റെ 5 tuple വരുന്നത്. Okay, Q എന്ന് പറഞ്ഞാൽ അറിയാം, we know it is set of states that you have in the particular finite automata. Sigma എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻപുട്ട് ആൽഫബറ്റ് ആണ് അല്ലേ? ഇൻപുട്ട് ആൽഫബറ്റ്. ഡെൽറ്റയിൽ മാത്രമാണ് ഒരു ചേഞ്ച് വരുന്നത്. ഐ വിൽ ടെൽ അബൌട്ട് ദാറ്റ്. Q0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ആൻഡ് F or A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഫൈനൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ? ഈ ഡെൽറ്റയിൽ വ്യത്യാസമുണ്ട്. ഡെൽറ്റയിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ട്രാൻസിഷനിൽ നമുക്ക് ഒബ്വിയസ്ലി NFA and DFA നമ്മൾ ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മുടെ I hope you have noted this down. I will just shut this off now. നോക്കൂ, നമ്മുടെ DFAയിൽ നമ്മുടെ ട്രാൻസിഷൻ എങ്ങനെയാണ്? നമ്മുടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റേനെ നമ്മൾ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്? ഡെൽറ്റ വാസ് Q ക്രോസ് സിഗ്മ ഗിവ്സ് Q. ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റിലേക്കാണ് on state on seeing an input
is going only to a single state. This is in DFA. Okay. NFA യിലെ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എന്ന് പറയുമ്പോൾ Q cross sigma goes to the power set of the states 2 raised to Q. അതായത് ഞാൻ പറഞ്ഞു നമുക്ക് Q എന്ന് പറയും 2 raised to Q എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പവർ സെറ്റ് ആണ് അല്ലേ? പവർ സെറ്റ് ഓഫ് Q അല്ലേ? അപ്പോൾ it can go to any subset states of the main state Q അല്ലേ? അത് ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും പോവാം. 2 raised to Q സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ ഉണ്ടാവുക അല്ലേ? നമ്മുടെ സബ്സെറ്റ്സ് എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ഓൺ സീയിങ് ആൻ ഇൻപുട്ട് ഇറ്റ് ക്യാൻ ഗോ ടു എനി ഓഫ് ദോസ് സ്റ്റേറ്റ്സ്, റൈറ്റ്? സോ ദിസ് ഇസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ NFA ആൻഡ് DFA. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ദ ട്രാൻസിഷൻ. ഓക്കെ, just make a note of this. Just make a note of this. I'll show this with the help of an example. Okay, now let us draw an NFA for a language that accepts all strings that ends with A. Okay, A യിൽ end ചെയ്യണ എല്ലാ സ്ട്രിങ്ങിനെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു NFA ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ A, B ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ലാംഗ്വേജിൽ ഏതൊക്കെയാണ് വരിക? നിങ്ങൾ പറയൂ. ends with A എന്ന് പറയുമ്പോൾ A എന്ന് പറയുമ്പോൾ end with A ആണ് അല്ലേ? BA, BAA, ABA and so on അല്ലേ? എല്ലാ ഈ സ്ട്രിങ്ങുകളെല്ലാം വരും നമ്മുടെ ഇത് അല്ലേ? നമ്മൾ A എന്ന് പറഞ്ഞാൽ സിംഗിൾ എയും ഉണ്ട്. ഓക്കെ, സിംഗിൾ എ എന്ന് പറഞ്ഞാലും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും A തന്നെയാണെന്നല്ല അർത്ഥം. സോ ദ സിംഗിൾ എ ഇസ് ഓൾസോ ദാറ്റ് വിൽ ഓൾസോ കം ഇൻ ദ ലാംഗ്വേജ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ നമുക്ക് NFA എങ്ങനെ വരയ്ക്കാം? NFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുക നോക്കൂ. I am in a state A, initial state A, and ending with A മാത്രമാണ് ഞാൻ ബോധേഡ്. അപ്പോൾ സ്റ്റാർട്ടിങ് എനിക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ എയിൽ നിൽക്കുമ്പോൾ എനിക്ക് A വന്നാലും B വന്നാലും എനിക്ക് കുഴപ്പമില്ല. അത് എൻഡ് ചെയ്യണത് എയിൽ മാത്രമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇത് ആക്സെപ്റ്റഡ് ആവും. ഇത്രയേ ഉള്ളൂ NFA. ഇപ്പം നിങ്ങൾ നോക്കി നോക്കൂ. ഞാൻ ഇനീഷ്യൽ സ്റ്റേറ്റ് എയിലാണ്. എൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ends with A ആണ്. ഓക്കെ, ends with A എന്ന് പറയുമ്പോൾ എയിൽ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്ത് വന്നാലും കുഴപ്പമില്ല. ദാറ്റ്സ് വൈ ഐ ഹാവ് ഗിവൺ ഇറ്റ് ആസ് A, B. ഓക്കെ, എൻഡ് ചെയ്യണത് എയിലായിരിക്കണം. നമ്മുടെ ഇതൊരു DFA ആണോ? ഇത് ഒരിക്കലും ഒരു DFA അല്ല. എന്താ കാരണം? നമുക്ക് ഇവിടെ എയിൽ തന്നെ A വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 ട്രാൻസിഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ബിയിൽ എയും ബിയും വന്നാൽ എന്ത് ചെയ്യും, എവിടെ പോകുന്നുള്ളതൊന്നും നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇതിനാണ് നമ്മൾ NFA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ഞാൻ വേറൊരു വേരിയേഷൻ പറയാം. സ്റ്റാർട്ട്സ് വിത്ത് A. ഓക്കെ, സ്റ്റാർട്ട്സ് വിത്ത് A ആകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, സോ ബിഫോർ ഐ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിങ് വിത്ത് A ചെയ്യണതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇവിടെ നോക്കൂ, ഇതാണ് എൻ്റെ ends with A ൻ്റെ NFA. ഓക്കെ, നമ്മൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസിഷൻസ് എങ്ങനെയാണ് നടക്കണേന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ സ്ട്രിങ് ആ ലാംഗ്വേജിൽ A എന്ന് പറഞ്ഞ സ്ട്രിങ് ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, A എന്ന് പറഞ്ഞ സ്ട്രിങ്ങാണ് ഞാൻ കൺസിഡർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഐ ആം ഇൻ ദ സ്റ്റേറ്റ് A ആൻഡ് ഓൺ സീയിങ് ദി ഇൻപുട്ട് A ഐ ആം റിമൈനിങ് ഇൻ ദ സെയിം സ്റ്റേറ്റ് A ആൻഡ് ഐ ആം ഓൾസോ ഗോയിങ് ടു എ സ്റ്റേറ്റ് B അല്ലേ? ഇവിടെ A കണ്ടപ്പോൾ ഞാൻ എയിലും റിമെയിൻ ചെയ്യുന്നുണ്ട്, ബിയിലേക്കും പോകുന്നുണ്ട് അല്ലേ? 2 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതെൻ്റെ ആക്സെപ്റ്റഡ് ആണ് ഈ ലാംഗ്വേജ്. വൈ? ബിക്കോസ് എനിക്കറിയാം ഇവിടെ ഞാൻ B എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഞാൻ A ട്രാൻസിഷൻ ചെയ്യുമ്പോൾ എനിക്ക് B എന്ന സ്റ്റേറ്റിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഹിയർ B ഇസ് എ ഫൈനൽ സ്റ്റേറ്റ്, റൈറ്റ്? ആ സ്റ്റേറ്റിലേക്ക് ഞാൻ പോകുന്നുണ്ട്. വിച്ച് മീൻസ് മൈ A ഇസ് ആക്സെപ്റ്റഡ് അല്ലേ? A എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ ആക്സെപ്റ്റഡ് ആവുന്നുണ്ട് എൻഡിങ് വിത്ത് എയിൽ. ഇനി നോക്കുക, അടുത്ത് ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. AB. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഐ എം ഇൻ ദ സ്റ്റേറ്റ് A ആൻഡ് ഓൺ സീയിങ് A ഐ എം ഗോയിങ് ടു ദ സ്റ്റേറ്റ്, എവിടേക്കാണ് പോകുന്നത്? AB. 2 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എയിലേക്കും പോകുന്നുണ്ട്, ബിയിലേക്കും പോകുന്നുണ്ട് അല്ലേ? ഇനി ഞാൻ B കണ്ടു. ഞാനിപ്പോൾ A എന്നുള്ള സ്റ്റേറ്റിലാണ്. എനിക്ക് B കണ്ടപ്പോൾ വേർ ആം ഐ ഗോയിങ്? ഐ എം ജസ്റ്റ് റിമൈനിങ് ഇൻ ദ സെയിം സ്റ്റേറ്റ് A, which is not the final state.
ഈ ബി ആണെങ്കിലോ, ബിയിൽ ബി കാണുമ്പോഴോ, ബിയിൽ ബി എൻകൗണ്ടർ ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, നള്ളാണ് അല്ലേ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ഡെഡ് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഹിയർ എ ബി എന്നുള്ള സ്ട്രിങ് എൻ്റെ എൻഡ് ചെയ്യണത് എയിലാണ്. എ ബി എന്നുള്ളത് ഒരിക്കലും എൻ്റെ എൻഡിങ് വിത്ത് എയുടെ ലാംഗ്വേജിൽ വരണതല്ല അല്ലേ, വിച്ച് മീൻസ് ഇറ്റ് ഇസ് റിജക്റ്റഡ്. ഓക്കെ, ദിസ് ഇസ് ഹൗ യു ഡു. ഓക്കെ, ഇതിൻ്റെ നമുക്ക് ആ ട്രാൻസിഷൻ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഡ്രോ ദാറ്റ് ആൻഡ് ഷോ യു. ഓക്കെ, ഞാൻ പറഞ്ഞു ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ ക്യൂ ക്രോസ് സിഗ്മ ഗോസ് ടു 2 q സ്റ്റേറ്റ്സിലേക്ക് പോകുന്നു പറഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, നമ്മുടെ ക്യൂ എന്ന് പറയുന്നത് എ കോമ ബി ആണ് അല്ലേ, 2 സ്റ്റേറ്റ് ആണുള്ളത്. നമ്മുടെ സിഗ്മ എന്തൊക്കെയാണ്, എ കോമ ബി ആണ് അല്ലേ, അല്ലേ. 2 q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റേറ്റ്സ് ക്യൂ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എനിക്ക് എത്ര സ്റ്റേറ്റ് അവിടെ വരയ്ക്കാൻ പറ്റും, 2 q സ്റ്റേറ്റ്സ് വരും. ഓക്കെ, ഐ വിൽ ജസ്റ്റ് ഡ്രോ ദാറ്റ് ഹിയർ ആൻഡ് സി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ക്യാപിറ്റൽ എയിൽ എ വരുമ്പോൾ ക്യൂ ക്രോസ് സിഗ്മ എന്ന് പറയുമ്പോൾ, ക്യാപിറ്റൽ എയിൽ എ വരുമ്പോൾ, ക്യാപിറ്റൽ എയിൽ ബി വരുമ്പോൾ, ബി ഓൺ സീയിങ് എ ആൻഡ് ബി ഓൺ സീയിങ് ബി, ഈ 4 കാര്യങ്ങളാണ് ക്യൂ ക്രോസ് സിഗ്മയിൽ വരിക അല്ലേ. ഇനി 2 q എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, 2 q നമ്മുടെ 2 ക്യൂവിൽ അല്ലെ, എയും ബിയും ആണ്. 2 q എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങൾ വരണം, 4 സ്റ്റേറ്റ്സ് വരണം. ഏതൊക്കെയായിരിക്കും 4 സ്റ്റേറ്റ്സ്, ഒരെണ്ണം നൾ സ്റ്റേറ്റ് ആണ്, ഒരെണ്ണം എ എന്ന് പറയുന്ന മാത്രമുള്ള സ്റ്റേറ്റ് ആണ്, ഒരെണ്ണം ബി മാത്രം, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഈ 4 സ്റ്റേറ്റ്സ് ആണ് വരിക അല്ലേ. ഇപ്പം ഈ പർട്ടിക്കുലർ ഡയഗ്രത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് പറഞ്ഞേ, എ ഓൺ സീയിങ് എ ഇറ്റ് ഈസ് ഗോയിങ് ടു റിമെയിൻ ഇൻ എ ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ദ സ്റ്റേറ്റ് ബി. A on seeing B, it is remaining in the same state A. B on seeing A, ഒന്നുമില്ല, നണ്ണാണ്, അവിടെ ഒരു ട്രാൻസിഷൻ നമ്മൾ കാണിച്ചിട്ടില്ല. ആൻഡ് B on seeing B also, it is none. ഓക്കെ, ഇവിടെ എന്താണെന്നറിയോ, ഞാൻ നിങ്ങൾക്കൊരു ഇത് പറഞ്ഞുതരാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് NFA DFA വെച്ചുള്ള ഒരു കമ്പാരിസൺ വരുമ്പോൾ ഈ DFAയിൽ മാത്രമേ നമുക്ക് ഡെഡ് സ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ. NFAയിൽ നമുക്ക് ഡെഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഓക്കെ, NFAയിൽ നമുക്ക് ഡെഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിനെ നമ്മൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, DFAയിൽ മാത്രമേ നമുക്ക് ഡെഡ് സ്റ്റേറ്റ് ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇത് നമുക്ക് DFAയിൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ ക്രോസ് സിഗ്മ ഗിവ്സ് ക്യൂ ആണ് അല്ലേ, ഇൻ DFA അല്ലേ. DFAയിൽ അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ 2 q അല്ലേ. ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഒബ്വിയസ്ലി 2 q എന്ന് പറഞ്ഞ സ്റ്റേറ്റുകളുടെ ഉള്ളിലുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും അല്ലേ, വിച്ച് മീൻസ് DFA ഇസ് ഡെഫിനറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ NFA. ഇറ്റ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ NFA അല്ലേ, അല്ലേ. DFA എന്ന് പറഞ്ഞത് NFAയുടെ ഒരു പാർട്ടല്ലേ അല്ലേ. നോക്കൂ, നിങ്ങൾ ഈ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ 2 q സ്റ്റേറ്റിലെ ഒരു സ്റ്റേറ്റ് ആയിരിക്കില്ലേ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്, വിച്ച് മീൻസ് DFA ഇസ് കണ്ടെയ്ൻഡ് ഇൻ NFA. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഞാനിപ്പോൾ ഇവിടെ എൻഡിങ് വിത്ത് എ പറഞ്ഞു. ഇനി ഐ എം ഗോയിങ് ടു ഷോ യു another NFA. Let us draw another NFA which starts with A. L1 is equal to starts with A. Starts with A എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയൂ ഇതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? അതിൻ്റെ
എൻ്റെ സിഗ്മ എന്ന് പറയുന്നത് ഇസ് ഒബ്വിയസ്ലി എ കോമ ബി സ്റ്റാർ. ഓക്കെ, സ്റ്റാർട്ട്സ് വിത്ത് എ എങ്ങനെയാണ് ചെയ്യുക? സ്റ്റാർട്ട്സ് വിത്ത് എ എന്ന് പറയുമ്പോൾ ആ ലാംഗ്വേജിൽ എന്തൊക്കെ വരും? എൽ എന്ന് പറഞ്ഞ ലാംഗ്വേജിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും? L1 അല്ലേ? ഓക്കെ, L1ൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും? ഇറ്റ് വിൽ ബി എ, സ്റ്റാർട്ട്സ് വിത്ത് എ ബി, എ എ എ ബി എ വാട്ട് എവർ. ഓക്കെ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി എൻ ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് അല്ലേ? അപ്പോൾ നമുക്ക് NFA വരയ്ക്കുമ്പോൾ നമ്മൾ നോക്കൂ, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത് ഒരെണ്ണടുത്ത് വരയ്ക്കും. ആദ്യമായി പിന്നെ സ്റ്റേറ്റ് എ ഇനീഷ്യലി. ഓക്കെ, സ്റ്റാർട്ട്സ് വിത്ത് എ എന്ന് പറയുമ്പോൾ എയുടെ ലൂപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും. വൈ? ബിക്കോസ് സ്റ്റാർട്ടിങ് എ മാത്രമേ ഉള്ളൂ. അപ്പോൾ എയിൽ എ വരുമ്പോൾ ഐ മൂവ് ഓൺ ടു എ സ്റ്റേറ്റ് ബി വിച്ച് ഇസ് ദി ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ, ആ ബിയിൽ എ വന്നാലും ബി വന്നാലും കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ സ്റ്റാർട്ട്സ് വിത്ത് എ എന്ന് പറയുമ്പോൾ NFA വരും. നിങ്ങൾ നോക്കി നോക്കൂ, സ്റ്റാർട്ടിങ്ങിൽ ഐ ഷുഡ് ഗെറ്റ് ഓൺലി എ. ഓക്കെ, ബി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുള്ളത് വി ഡു ഇറ്റ് ഓൺലി ഇൻ ദ കേസ് ഓഫ് DFA. NFAയിൽ നമുക്ക് ഡെഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. ഓക്കെ, ബിയിൽ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് എ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ബിയിൽ സെൽഫ് ലൂപ്പ് ഇട്ട് എ കോമ ബിയിലാണ്. ഇസ് ദാറ്റ് ക്ലിയർ ടു യു? ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്. ഇനി ഞാൻ നെക്സ്റ്റ് പറയാണ് L2 കണ്ടെയ്നിങ് എ. L2 എന്ന് പറയുന്നത് തന്നെ കണ്ടെയ്നിങ് എ ആണ്. ഓക്കെ, it should accept all the strings which contains ഒരു എ ഉള്ള ഒരു സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് വരയ്ക്കുക? നിങ്ങൾ പറയൂ, ഇതെങ്ങനെയാണ് ചെയ്യുക? ഇനീഷ്യൽ സ്റ്റേറ്റ് എ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടെയ്നിങ് എ എന്ന് പറയുമ്പോൾ എൻ്റെ ഷോർട്ടസ്റ്റ് സ്ട്രിങ് ഏതാ വരിക ലാംഗ്വേജിൽ? ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ അല്ലേ? അപ്പോൾ എയിൽ എ വരുമ്പോൾ ഐ മൂവ് ഓൺ ടു എ സ്റ്റേറ്റ് ബി. കണ്ടെയ്നിങ് എ ആണ്, അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, കണ്ടെയ്നിങ് എ എന്നാ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്യും? എ കോമ ബി. ഇവിടെ എന്ത് ചെയ്യും? എ കോമ ബി. ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. എൻഡ്സ് വിത്ത് എ നിങ്ങൾ ഓൾറെഡി ചെയ്തു. എങ്ങനെയാണ് ചെയ്യാനുള്ളത്? ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്.